എല്ലാവർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ഈ വർഷം നടന്ന ഓണപരീക്ഷയുടെ സോഷ്യൽ സയൻസ് ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവനായി കാണാം. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി 2 ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ 2 ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എഴുതാനാണ്. ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ലിറ്ററസി റേറ്റ്, ഹെൽത്ത് കെയർ, ലൈഫ് എക്സ്പെക്റ്റൻസി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ടിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റീസൺ, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ്. സെക്കൻഡ് വൺ, കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. തേർഡ് വൺ, സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ഗ്രീൻവിച്ച് മെറിഡിയൻ ഇസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. വൈ? ഗ്രീൻവിച്ച് മെറിഡിയൻ പ്രൈം മെറിഡിയൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദ 0 degree longitude is known as Greenwich meridian. The time is calculated based on the Greenwich meridian. This line is also known as prime meridian. Fourth question, mention the characteristics of autumn season. Autumn seasonന്റെ characteristics പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The season of transition from summer to winter. Shedding of leaves of trees were the main peculiarities. Atmospheric temperature decreases, shortening of day and lengthening of night. October and November are the months in northern hemisphere. Fifth question, state any 2 objectives of the Integrated Child Development Scheme. ICDS. ICDSൻ്റെ 2 ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു എൻഷുർ ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years, ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേഷൻ വുമൺ. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം ദി ലീഡേഴ്സ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ്റെ ലീഡേഴ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജോസ്രി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊലിവർ. ഇവർ 3 പേരുമാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ്റെ ലീഡേഴ്സ്. 7th വൺ, അസസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം എന്താണ്? ഫോർമുലേറ്റ് ഗവൺമെൻറ്റൽ പോളിസീസ്, പ്രൊവൈഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, എൻഷ്യൂർ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. 8th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 challenges ഓഫ് ഗ്ലോബലൈസേഷൻ പോസ്ഡ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ്. ഗ്ലോബലൈസേഷൻ്റെ 2 challenges എഴുതാനാണ്. ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ദി ഇൻ്റർവേഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചലഞ്ചഡ് ദി കോൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, ലെഡ് ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനിയസ് കൾച്ചർ, പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് പ്ലങ്ങഡ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് were destroyed, ഗവൺമെൻറ് withdrew ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ, നാച്ചുറൽ റിസോഴ്സസ് were looted. ഇതിൽ നിന്ന് 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. 9th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് തരം തിരിച്ചത് എങ്ങനെയൊക്കെയാണ്? ഇന്ത്യൻ സിവിൽ സർവീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 3. ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ പ്രത്യേകത എഴുതുക. റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. ഇനി അതിന് എക്സാമ്പിൾ എഴുതുക. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. അടുത്തത് സെൻട്രൽ സർവീസാണ്. റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. എക്സാമ്പിൾ പറയാം. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് IFSഉം IRSഉം. ലാസ്റ്റ് വൺ സ്റ്റേറ്റ് സർവീസാണ്. റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ, അപ്പോയിൻറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ഓഫീസർ. 10th ക്വസ്റ്റ്യൻ, ലോക്കൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഈ 3നെയും കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. ആദ്യം നമുക്ക് ലോക്കൽ ടൈമിനെ കുറിച്ച് എഴുതാം. ദി ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സൺ ഇസ് നോൺ ആസ് ലോക്കൽ ടൈം. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് കൺട്രി ഇൻ ദി വേൾഡ് കൺസിഡർ ദി ലോങ്ങിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദിയർ മിഡിൽ ആസ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഈസ് 82.5 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. ദ ലോക്കൽ ടൈം അറ്റ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇസ് ദി സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കാം. ദി ലോക്കൽ ടൈം അലോങ് ദി 82.5 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് ഈസ് ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. 11th ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ്. എന്തൊക്കെയാണ്? പ്രിവെൻറ്റ് കറപ്ഷൻ, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി, മേക്ക് ദി ഫങ്ഷനിങ് ഓഫ് ദി ഗവൺമെൻറ് ട്രാൻസ്പെറൻറ്റ്. അടുത്തതായി, വാട്ട് ആർ ദി ഐഡിയോളജീസ് ഓഫ് ഡോക്ടർ സുൻയാത് സെൻ. സുൻയാത് സെന്നിൻ്റെ ഐഡിയോളജീസ് എന്തൊക്കെയായിരുന്നു? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. നാഷണലിസം ടു എക്സ്പെൽ ദി മാച്ചു ഡൈനാസ്റ്റി ആൻഡ് ദി ഇമ്പീരിയൽ പവേഴ്സ്, ഡെമോക്രസി ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ, സോഷ്യലിസം ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി. 13th ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. ഇൻ 1859, ദി ഫാമേഴ്സ് ഓൺ ബംഗാൾ ഓർഗനൈസ്ഡ് ദംസെൽഫ് ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ദേ വർ ഗിവപ്പിംഗ് ഓൺ ഇൻഡിഗോ കൾട്ടിവേഷൻ. ദേ അറ്റാക്ക്ഡ് ഇൻഡിഗോ ഫാക്ടറീസ് വിത്ത് bows, arrows, swords and spears. Several women also participated in the revolt. The rioters excommunicated the British supporters and those who worked for the British.
The government immediately appointed a commission to study the problems of indigo farmers. The commission found that the indigo farming was uneconomic and proposed to stop it. 14th question. What are the factors responsible for the formation of monsoon winds? മൺസൂൺ വിൻഡുകൾ മൺസൂൺ കാറ്റുകൾ രൂപപ്പെടുന്നതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്, കോറിയോലിസ് ഫോഴ്സ്. 15th question. 15ാമത്തെ ചോദ്യം. എസ്റ്റിമേറ്റ് ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെൻ ഇറ്റ് ഈസ് 9:30 AM ഇൻ ഗ്രീനിച്ച്. ഗ്രീൻവിച്ചിൽ രാവിലെ 9:30 ആകുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയായിരിക്കും? ഇത് കണ്ടെത്തുന്ന രീതി ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ടൈം ഡിഫറൻസ് കണ്ടെത്തണം. ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 5.5 hours ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 9:30 5.5 hours പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 PM എന്ന ആൻസറായിട്ട് കിട്ടും. 16th question. 16ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്യൂറോക്രസീൻ്റെ സവിശേഷതകൾ എഴുതാനാണ്. ഫസ്റ്റ് വൺ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ആണ്. അതിനെക്കുറിച്ച് എഴുതുക. ബ്യൂറോക്രസി ഈസ് ഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഇസ് വൺ എംപ്ലോയി അറ്റ് ദി ടോപ്പ് ആൻഡ് ദി നമ്പർ ഇൻക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് ദി ലോവർ ലെവൽസ്. ദിസ് ഈസ് നോൺ ആസ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് പെർമനൻസ് ആണ്. പേഴ്സൺസ് അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ ഇൻ സർവീസ് ടിൽ ദി ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. Third feature, appointment on the basis of qualification. Employees are recruited and appointment on the basis of educational qualification. Fourth one, political neutrality. Bureaucrats are liable to implement the policies whichever party comes to power. Party interests should not reflect in their work. They should act neutrally. Last one, professionalism ആണ്. Every government employee must be skilled in their work. ഇനി 17th question എന്ന് പറയുന്നത് എ കോളും ബി കോളും മാച്ച് ചെയ്യാനായിരുന്നു. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ചിനൂക്ക് വരുന്നത് ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് റോക്കി മൗണ്ടെയിൻ ആണ്. മാംഗോ ഷവർ സൗത്ത് ഇന്ത്യ, ഫ്യോൺ നോർത്തേൺ സ്ലോപ്സ് ഓഫ് ആൽപ്സ് മൗണ്ടെയിൻ, ലൂ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ. 18th question. ലിസ്റ്റ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോവാലിസ് ബ്രിട്ടീഷ്, ഇൻട്രൊഡ്യൂസ്ഡ് റീജിയൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഫീച്ചേഴ്സ് ഓഫ് ടാക്സ് കളക്റ്റഡ് ബൈ ദി ജമീന്ദാർസ്. Zamindars were the owners of entire land. Actual farmers became tenants. They had no ownership on the land. Collected 60% of the yield as tax. Tax was to be paid even at the time of poor yield. Tax was to be paid in cash before the cut-off date. 19th question. What are the provisions of Treaty of Versailles? Versailles Treaty കുറിച്ച് എഴുതാനാണ്. The Versailles Treaty signed with Germany in 1919 was the most important one. According to this treaty, German colonies were divided among the victorious powers and Germany was forced to pay a huge amount as war indemnity. The Allies occupied the rich mines of Germany. Above all, war guilt was imposed on Germany and was disarmed. 20th question. Explain how healthcare helps in human resource development. എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നത്? Production increases with the increase in efficiency and the number of working days. Natural resources can be utilized properly. Medical expenses can be reduced, thereby reducing the government expenditure. Economic development is possible through increase in production. Question 21 എന്താണ്? Mention the importance of population study. Population studyൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? Population studies help the government to quantitatively assess the different needs of people and to plan activities and programs accordingly. Informs the availability of human resource in a country, depicts the extent of basic facilities required by the people, quantifies the goods and services required, determines the socio-economic development policies. Question number 22. Mention the characteristic of international dateline. International dateline characteristics എന്തൊക്കെയാണ്? The 180-degree longitude is known as international dateline. There is a difference of 24 hours on both sides of this line. So the same place records two different times with 24 hours difference. To solve this problem, this line avoids the land area and islands. This line passes through the south of the Bering Strait in the Pacific Ocean. Question number 23. What are the result of Russian Revolution? Russian Revolution result എന്തൊക്കെയാണ്? Russia withdrew from First World War, seized out the land and distributed among the peasants, gave importance to public sector, introduced centralized planning, achieved develops in the field of science, technology and economy. New constitution came into force in 1924. Union of Soviet Socialist Republic was formed by consolidating different Soviet republics. There was a kind of formed in spread the socialist ideas all over the world.
24th question, compare summer solstice and winter solstice. Summer solstice എന്താണെന്നും winter solstice എന്താണെന്നും എഴുതുക. Summer solstice എന്താണ്? The sun will be vertically above Tropic of Cancer on June 21. Longest day in northern hemisphere, longest night in southern hemisphere. Winter solstice എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the sun will be vertically above Tropic of Capricorn on December 22. Longest day in southern hemisphere, longest night in northern hemisphere. 25th question, എ കോളും ബി കോളും മാച്ച് ചെയ്യാനായിരുന്നു. അതിൻ്റെ ആൻസർ ഇതാണ്. യാസർ അറഫാത്തിന് നേരെ വരുന്നത് പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ, ബെനിറ്റോ മുസോളിനി ബ്ലാക്ക് ഷർട്ട്സ്, മിഖായിൽ ഗോർബാച്ചേവ് ഗ്ലാസ്നോസ്, അഡോൾഫ് ഹിറ്റ്ലർ ബ്രൗൺ ഷർട്ട്സ്. 26th question ഇതാണ്. എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ ഹിൻസ് സൂചനകളായിട്ട് എന്തൊക്കെയാണ് കൊടുത്തത്? മെർക്കാറ്റിസ് ലോസും കോണ്ടിനെൻ്റൽ കോൺഗ്രസും. ആദ്യം മെർക്കാറ്റിലിസം എന്താണെന്ന് എഴുതുക. ദി പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിയർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ് ഇസ് നോൺ ആസ് മെർക്കാറ്റിലിസം. അതിനുശേഷം നമ്മൾ മെർക്കാറ്റിലിസ്റ്റ് ലോസ് എഴുതണം. എന്തൊക്കെയായിരുന്നു മെർക്കാറ്റിലിസ്റ്റ് ലോസ്? ദി ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽഡ് ഇൻ ദി ബ്രിട്ടീഷ് കോളനീസ്. Product of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. British stamp must be affixed on all legal documents, newspapers, pamphlets, license, etc. Colonies must provide food and quarters for the British troops which were maintained in the colonies. Import tax must be paid for the import of tea, glass, paper, etc. അതിനുശേഷം നമ്മൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസിനെ കുറിച്ച് എഴുതണം. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിനെ കുറിച്ച് ആദ്യം എഴുതാം. The delegates of the colonies met at Philadelphia to protest against policies and rules imposed by England. They raised the slogan "No taxation without representation" and submitted a petition to the King of England. But the king sent a military force to suppress the people. This led to the war between England and colonies. അടുത്തത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. The Second Continental Congress held at Philadelphia elected George Washington as the Commander-in-Chief of Continental Army. 1776 July 4th, the American Continental Congress declared independence of 13 colonies. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് രണ്ട് ചോദ്യം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. അനലൈസ് ദി കോസസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഹിൻസ്. താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗിച്ച് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് എഴുതുക. ഇവിടെ സൂചനകൾ എന്തൊക്കെയാണ് കൊടുത്തത്? മിലിറ്ററി അലയൻസസും ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസും. ആദ്യം നമുക്ക് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസിനെ കുറിച്ച് എഴുതാം. ദി യൂറോപ്യൻ നേഷൻ വിയർഡ് വിത്ത് ഈച്ച് അതർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്. ദിസ് കോമ്പറ്റീഷൻ ലെഡ് ടു കോൺഫ്ലിക്ട്സ് എമംഗ് ദം ആൻഡ് കോസ്ഡ് മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ് ആൻഡ് enmity. ദിസ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്. രണ്ട് മിലിറ്ററി അലയൻസ് ആണുള്ളത്. ഒന്ന് ട്രിപ്പിൾ അലയൻസും ഒന്ന് ട്രിപ്പിൾ എൻറ്റിൻ്റെയും. ട്രിപ്പിൾ അലയൻസിലുള്ള കൺട്രീസാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻറ്റിൻ്റെയിലുള്ളതാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അടുത്തതായിട്ട് നമുക്ക് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എഴുതാം. Imperialist rivalry drowned the European countries into several crises, among which the Moroccan crisis and Balkan crisis are considered to be important. അടുത്തത് നമ്മൾ മൊറോക്കൻ ക്രൈസിസിനെ കുറിച്ചും ബാൽക്കൻ ക്രൈസിസിനെ കുറിച്ചും എഴുതണം. Moroccan crisis, a secret treaty was signed between Britain and France in 1904. According to the Britain recognized the claim of France over Morocco. The French claim over Morocco was opposed by Germany, which sent battleships to the Moroccan port Agadir. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus, the problem was solved temporarily. However, the rivalry continued. അടുത്തതായിട്ട് നമുക്ക് ബാൽക്കൻ ക്രൈസിസിനെ കുറിച്ച് എഴുതാം. The Balkan region is situated in Europe, close to the Aegean Sea and Black Sea. It was a part of Ottoman Empire in 1912. Balkan League, Greece, Bulgaria, Serbia, and Montenegro defeated Turkey. However, the conflict among the allied nations in sharing the benefits of war led to the breakup of league and resulted in wars among them. ഇനി നമുക്ക് 27th ക്വസ്റ്റ്യൻ നോക്കാം. 27th ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് ഔട്ട് ദി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. എക്സ്പ്ലെയിൻ ഇനി 2 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. അതിൽ 2 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. 4 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആണുള്ളത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ആദ്യം നമുക്ക് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് നോക്കാം. ഇതിനെ നമ്മൾ ഡോൾഡ്രം എന്നും പറയാറുണ്ട്. സിറ്റുവേറ്റ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ആസ് ദി സൺറൈസ് ഫാർ വെർട്ടിക്കലി ഹിയർ, ദി ടെമ്പറേച്ചർ വിൽ ബി ഹൈ. ദി ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്പ്. വിൻഡ്സ് ആർ വെരി ഫേബിൾ ഹിയർ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡോൾഡ്രം. ഇനി ബി, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്.
situated at both sides of 30° north and 30° south latitudes. The hot air ascending from equatorial low pressure belt cools gradually and subsides at the subtropical zone due to rotation. രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ വായിച്ചു നോക്കുക. ഈ ചോദ്യത്തിലും ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കമ്പയർ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. സീ ബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി എയർ ഇൻ കോൺടാക്ട് വിത്ത് ദി ലാൻഡ് ഓൾസോ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് and ascends as the land heats up quickly during the daytime. This leads to the formation of low pressure over the land, which causes the comparatively cooler air to blow from the sea. This is known as sea breeze. Land breeze എന്താണെന്ന് നോക്കാം. As the land cools faster than the sea during the night, it would be high pressure over the land and low pressure over the sea. This results in the movement of air from the land to sea. This is land breeze. The land breeze, which starts blowing at night, becomes active early in the morning and ceases by sunrise. ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്